എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 5-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെ. അവൻ വന്ന് സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ വലം കൈയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുൻപാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി. വെളിപ്പാട് പുസ്തകത്തിൽ അനേക സംഗതികൾ, ദർശനങ്ങൾ മറനീക്കി നമുക്ക് നൽകപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സ്വർഗത്തിലെ വലിയൊരു സംഗീത വിശേഷണമാണ് നമ്മൾ വായിച്ച ഭാഗത്ത് കാണുന്നത്. ഈ സ്വർഗീയ ഗാനം മുഴുവനും ഒന്നായി പരിഗണിച്ച ശേഷം നമ്മളത് പഠിക്കുമ്പോൾ അതിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക് കടന്നു ചെന്ന് പുതിയ അർത്ഥങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നു. ഇവിടെ 7-ാം അധ്യായത്തിന് 7-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ ഈ സംഗീത വിശേഷമായ സംഗീതത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ കാണും. സംഗീതത്തിൻ്റെ മാതൃഭൂമിയായിട്ടാണ് സ്വർഗം ഭൂവാസികൾക്ക് വെളിപ്പെടുന്നത്. ഇത് ക്രിസ്റ്റീന റോസറ്റി എന്ന ആളിൻ്റെ അഭിപ്രായമാണ്. ലോകത്തിന് ശ്രവിപ്പാൻ കഴിയാത്തതും എന്നാൽ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നവർക്ക് ശ്രവ്യവുമായ ഈ സ്വർഗീയ സംഗീതം 4 ജീവികളും 24 മൂപ്പന്മാരും ചേർന്ന് ആലപിക്കുമ്പോൾ സകല ചരാചരങ്ങളും വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ സഭയോട് സംയോജിച്ച് കുഞ്ഞാടിനെ സ്തുതിക്കുന്നതിൻ്റെ പ്രതീകമാണ് ദൃശ്യം. സകല സ്വർഗീയ സൈന്യങ്ങളും എണ്ണിക്കൂടാത്ത പുരുഷാരങ്ങളും ചുറ്റും നിരനിരയായി നിന്ന് കുഞ്ഞാടിനെ സ്തുതിച്ച് ആർത്തു പാടുന്നു. ഇതാണ് പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള ഒരു ആത്യന്തികമായ ദർശനം. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന 4 ജീവികളുടെയും 24 മൂപ്പന്മാരുടെയും ഗാനത്തിൻ്റെ ആദ്യ ഭാഗമാണ്. വീണ എന്ന് ഇവിടെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് യഹൂദന്മാർ ആരാധനയ്ക്കായി ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു സംഗീത ഉപകരണമാണ്. 24 മൂപ്പന്മാർ വീണകളേന്തി നിൽക്കുകയാണ്. മാത്രമല്ല സ്വർണ്ണ നിർമ്മിതമായ ധൂപകലശങ്ങൾ അവരുടെ കയ്യിലുണ്ട്. ദൈവഭക്തന്മാരുടെ അഥവാ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാകുന്ന ധൂപം കൊണ്ട് അവ നിറഞ്ഞിരിക്കുന്നു. പ്രാർത്ഥനയാകുന്ന ധൂപം, അതായത് പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിക്കാൻ മധ്യവർത്തികൾ പ്രവർത്തിക്കുന്നതായി പഴയ പുതിയ നിയമങ്ങളുടെ ഇടക്കാലഘട്ടത്തിലെ യഹൂദ മതഗ്രന്ഥങ്ങളിലുണ്ട്. ദാനിൻ്റെ നിയമപുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ അവരിൽ പ്രധാന മാലാഖയായ മീഖായേലാണ് എന്ന് ഹാനോക്ക് 40 കാണുന്നു. ഈ മാലാഖ ദിവസം തോറും 5-ാം സ്വർഗത്തിലേക്ക് താണിറങ്ങി വന്ന് മനുഷ്യരുടെ പ്രാർത്ഥനകളെ സ്വീകരിച്ച് തിരികെ ദൈവസന്നിധിയിൽ കൊണ്ടുചെന്ന് കൊടുക്കുന്ന പതിവുണ്ട് എന്ന് ബാരൂക്ക് 3 ബാരൂക്ക് 13 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം അപ്പോക്രിഫ പുസ്തകങ്ങളുടെ കാര്യമാണ് ഈ പറയുന്നത്. മലാഖിക്ക് ശേഷം
പുതിയ നിയമ കാലം വരെയുള്ള ഒരു 400 വർഷം അന്ന് രചിക്കപ്പെട്ട യഹൂദ ഗ്രന്ഥങ്ങളാണ് അപ്പോക്രിഫ റൈറ്റിങ്സ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് ലഭിക്കാത്ത ചില കാര്യങ്ങൾ, അത് ദർശനങ്ങളും അതുപോലെ തന്നെ സാഹിത്യകൃതികളും ദൈവിക ഇടപെടലിൻ്റെ കുറേ ഭാഗങ്ങളുമൊക്കെ അതിൽ ചേർക്കുന്നുണ്ട്. തോബിത്ത് എന്ന് പറയുന്നതും ആ കൂടെയുള്ള ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. അതിൽ പ്രധാന മാലാഖയായ റാഫേൽ മനുഷ്യരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് വഹിച്ചുകൊണ്ടു പോകുന്നതായി പറയുന്നു. റാഫേൽ തോബിത്തിനോട് പറയുന്ന ഒരു സംഭവം ഇങ്ങനെയാണ്: 7 വിശുദ്ധ മാലാഖമാരിൽ ഒരാളാണ് ഞാൻ ദൈവ നാമമഹത്വത്തിനായി അകത്തു വരികയും പുറത്തു പോവുകയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. 12-ാം അധ്യായത്തിലാണ് നമ്മളിത് വായിക്കുന്നത്. ഗബ്രിയേൽ ദൂതൻ ഹാനോക്കിനോട് ഇതേ സ്വരത്തിൽ പറയുന്നു. പൗലോസിൻ്റെ വെളിപ്പാട് എന്ന അപ്പോക്രിഫ് ഗ്രന്ഥത്തിൽ കാവൽ മാലാഖമാർ മനുഷ്യരുടെ പ്രാർത്ഥന വഹിച്ച് ദൈവസന്നിധിയിലേക്ക് എത്തിക്കുന്നു. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ വാതിൽ തുറക്കുമ്പോൾ ഇതിന് സൗകര്യം ലഭിക്കും. ഇങ്ങനെ സ്വർഗീയ വിശുദ്ധ ഗണങ്ങളുടെ മധ്യസ്ഥതയിലൂടെ ദൈവത്തിൽ നിന്ന് നീതി ലഭിക്കാൻ വേണ്ടി മനുഷ്യാത്മാക്കൾ അഭയയാചന ചെയ്യുന്നതായി ഹാനോക്കിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ചിലപ്പോൾ മരിച്ചുപോയ അനുഗ്രഹീതരുടെ ആത്മാക്കളും ഈ കൂട്ടത്തിൽ പങ്കാളികളാകുന്നുവെന്നും അവിടെ രേഖപ്പെടുത്തുന്നു. ഇത് അവരുടെ നിഗമനങ്ങൾ മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകൾ നിലനിന്ന സാഹചര്യത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ ഇവിടെ നമ്മൾ കാണുന്നത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശം പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുൻപാകെ വീണു. അന്നത്തെ വായനക്കാർക്ക് സുപരിചിതമായിരുന്ന ഒരു അറിവ് അല്ലെങ്കിൽ അവർ കേട്ട കേൾവി, അതിനെ വീണ്ടും ഒന്നുകൂടെ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സന്നിധിയിൽ എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന എത്തേണ്ടതെന്ന് അവരെ ബോധിപ്പിക്കാൻ, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് എന്ന ഉറപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് ഈ ഒരു രചന. ഒരു വശത്തൂടെ നോക്കുമ്പോൾ സ്വർഗീയരും ഭൗമികരും പ്രാർത്ഥനയുടെ ഐക്യതയിലാണ് എന്നുള്ള മഹത്തായ ചിന്തയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. മറുവശത്ത് അസംഖ്യം മധ്യവർത്തികളെ പറ്റിയുള്ള സങ്കല്പങ്ങളിൽ ക്രിസ്തീയ ഭക്തി ജീവിതം കുടുങ്ങിയും കുഴഞ്ഞും പോകുന്നു എന്നുള്ള വിപത്ത് അവശേഷിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ക്രിസ്തു നമുക്ക് തുറന്നു തന്നിരിക്കുന്ന വാതിൽ അടയ്ക്കാൻ ആർക്കും കഴിയില്ല. അത് ഈ അധ്യായത്തിൽ തന്നെ നമ്മൾ വായിച്ചു. അവൻ സത്യജീവപാതയാണ്. അവൻ മുഖാന്തരം പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് നേരിട്ട് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അവൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ആകയാൽ സ്വർഗസ്ഥ പിതാവിനോട് പ്രാർത്ഥിപ്പാൻ അദൃശ്യരായ മധ്യവർത്തികളുടെ ആവശ്യം നമുക്കില്ല എന്നതാണ് നമ്മുടെ ദൈവശാസ്ത്രത്തിൻ്റെ മഹത്വം. അതിനുവേണ്ടി പുണ്യവാളന്മാരെയോ മാലാഖമാരെയോ പൂജിക്കേണ്ട കാര്യവുമില്ല. നേരിട്ട് നമ്മുടെ കാര്യം കർത്താവിനോട് പറയാൻ ദൈവസന്നിധിയിൽ അത് എത്തുന്നതിന് തടസ്സവുമില്ല. യഹൂദന്മാരുടെ ദൈവശാസ്ത്ര ചിന്ത വളർച്ച പ്രാപിച്ചതോടെ ദൈവത്തെ കൂടുതൽ കൂടുതൽ വിദൂരതയിൽ അവർ സങ്കല്പിക്കുകയും അങ്ങനെ ദൈവത്തിൽ നിന്ന് നേരിട്ട് മനുഷ്യനോട് സംസർഗം സാധ്യമല്ലെന്ന ആശയം ശക്തിപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് മധ്യവർത്തികളെ പറ്റിയുള്ള സങ്കല്പങ്ങൾ അന്ന് വിപുലമായത്. ഈ വഴിതെറ്റിനെ തിരുത്തുന്നതിനാണ് യേശു ക്രിസ്തു ശ്രമിച്ചത്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. ഇങ്ങനെയുള്ള കർത്തൃവാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. സ്വർഗീയ മാലാഖമാരെ പറ്റിയുള്ള സങ്കല്പം മൂലം സ്വർഗീയ ഭൗമിക സംയോജ്യതയുടെ ആധ്യാത്മിക അനുഭൂതി നമുക്ക് ലഭിക്കാൻ സഹായിക്കുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു പ്രചോദക ഘടകമാണ്. അതിന് സംശയം ഇല്ല. എങ്കിലും ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന എത്തുന്നു എന്ന ഉറപ്പ്
ഈ ഭാഗത്ത് നമുക്ക് ലഭിക്കുകയാണ്. ആരാണ് മുദ്ര പൊട്ടിക്കാൻ യോഗ്യൻ? അതൊരു വലിയ പ്രഖ്യാപനമാണ്. പുസ്തകം വാങ്ങുന്നതിനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. കർത്താവായ യേശു ക്രിസ്തു, അറുക്കപ്പെട്ട കുഞ്ഞാട്, ഈ പുസ്തകം വാങ്ങാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കാനും യോഗ്യൻ. കർത്താവ് അങ്ങനെയുള്ള യോഗ്യത നമുക്കും പങ്കുവയ്ക്കുന്നു എന്നതാണ് ഈ വേദഭാഗത്തിൻ്റെ ഏറ്റവും വിശേഷമായ ഒരു ദൂത്. നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തുന്നു. നമുക്ക് ലഭിക്കാത്ത ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം കർത്താവ് നമുക്ക് നൽകുന്നു. അതുകൊണ്ട് ധൈര്യത്തോടെ, പ്രതീക്ഷയോടെ, ഉറപ്പോടെ പ്രാർത്ഥിക്കുന്നതിനും ദൈവസന്നിധിയിലായിരിക്കുന്നതിനും നമുക്ക് ഇടയാകട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, മനോഹരമായ മറ്റൊരു പ്രഭാതം ദാനമായി നൽകിയതോർത്ത് സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ദൈവം തമ്പുരാൻ്റെ കരുതലും കരുണയും കൂടെ ഇരിക്കണമേ. വരമായിരിക്കുന്ന ആപത്തനർത്ഥങ്ങൾ വിടുവിച്ച് അവിടുത്തെ കൃപയിൽ വഴി നടത്തണമേ. ഞങ്ങളുടെ ആശ്രയം പൂർണ്ണമായും അങ്ങയിലാണല്ലോ. യഹോവയിൽ ആശ്രയിക്കുന്നതാണ് പ്രഭുക്കന്മാരിലും മനുഷ്യരിലും ആശ്രയിക്കുന്നതിനേക്കാൾ ഉത്തമമെന്ന് അവിടുത്തെ വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവെ, അങ്ങയിൽ ആശ്രയിക്കുന്നു. കൈവിടാത്ത ദൈവമായി കൂടെയുണ്ട്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ പുതിയ വർഷം എല്ലാവർക്കും ദാനം ചെയ്യണമേ. യേശുമശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കാവലും കരുണയും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.